ജ്ഞാനത്തിലുള്ളത് 2023 ഡിസംബർ 25 മോൻ്റെ വിവാഹത്തിൻ്റെ സമയത്ത് ഇവിടെയൊക്കെ ഡെക്കറേഷൻസൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് ജൂണിലൊരു പ്രാവശ്യം വന്നിരുന്നു. പക്ഷെ ഇത്ര കാടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഫുൾ കാടാണ്, നമുക്ക് കാണാം. ഫുൾ കാട്. ഇതായിരുന്നു ഭക്ഷണത്തിൻ്റെ ഹട്ടൊക്കെ ആക്കിയിരുന്ന സ്ഥലം. ഇതുവഴി ഇങ്ങനെ വണ്ടി ഓടിക്കാൻ പറ്റുന്ന തരത്തിലൊക്കെയുള്ള റോഡായിരുന്നു. പക്ഷേ ഇപ്പം അത് മിക്കവാറും കാട് പിടിച്ച് കിടക്കുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടീ ഹട്ട് ഇവിടെയായിരുന്നു. ചായക്കട ഇവിടെയായിരുന്നു. ഇതായിരുന്നു ചായക്കട. ഇതൊക്കെ ഇവിടെയൊക്കെ മണ്ണാമ്പലയുണ്ട്. ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടാക്കിയിരുന്നു. സൈക്കിൾ ഷോപ്പ് പോലെ ഉണ്ടാക്കിയിരുന്നു. തള്ളു വണ്ടി പോലെയൊക്കെ ഉണ്ടാക്കിയതാണ്. എൻ്റെ റൂഫൊക്കെ പോയി, എല്ലാത്തിൻ്റെയും റൂഫ് പോയി. ഇവിടെയായിരുന്നു കുറേ ഗാർഡൻ പോലെ ഗ്രീനറിയൊക്കെ ഉണ്ടാക്കിയിരുന്നു. തൽക്കാലം ഇവിടെയൊക്കെ മാറാലിയുണ്ട്. ഇപ്പം എൻ്റെ മേത്തൊക്കെ മാറാലിയായിട്ടുണ്ട്. സാരില്ല പോട്ടെ. ഇതായിരുന്നു മെയിനായിട്ടുള്ളൊരു ഹട്ട്. അത് വല്ലാണ്ട് പോയി. പക്ഷേ അധികം ബുദ്ധിമുട്ടില്ലാണ്ട് തേങ്ങയൊക്കെ വീണ് കിടക്കുന്നുണ്ട്. അധികം ബുദ്ധിമുട്ടില്ലാണ്ട് ഇവിടെയൊക്കെ ക്ലീനാക്കി എടുക്കാൻ പറ്റും. 1-2 ആൾക്കാരുടെ പണി ചെയ്ത് കഴിഞ്ഞാൽ വലിയ മോശമായിട്ടില്ല. ഇതാണ് ഹട്ടുണ്ടായിരുന്നത്. പായസം വെക്കുകയും സ്വീറ്റ്സ് കൊടുക്കുകയും ഒക്കെ ചെയ്ത സ്ഥലം. ആകെ ഉഴുത് മറിച്ച് ക്ലീനാക്കിയത് കൊണ്ടായിരിക്കും അധികം കേടാക്കിയിട്ടില്ല. ഇവിടെ ഒരു വേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ പണ്ടൊരു ബാത്റൂം ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇതാണ് വീട്ടിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ. ഇതുവഴി റോഡുണ്ടായിരുന്നു പുറത്തേക്ക് കിടക്കാൻ. അപ്പം നമ്മളിപ്പം അതുവഴി കിടക്കുന്നില്ല. അത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവിടെ ചളിയായതുകൊണ്ട് ഐ ഡോണ്ട് ടേക്ക് ദറ്റ് റൂട്ട്. അപ്പോൾ ഇതുവഴി നമുക്ക് പുറത്തേക്ക് പോയിട്ട് നോക്കാം. ഇതൊക്കെ ഉണ്ട്. ഇതാണ് ഹട്ട് ഉണ്ടാക്കിയിരുന്നത്. ഇതൊക്കെ പട്ടയൊക്കെ വീണ് കിടക്കുന്നുണ്ട്. ഇപ്രാവശ്യം വന്നപ്പോൾ കയറിയില്ല. കാരണം ഇതിനകത്തൊക്കെ ഓട്ടറുമില്ല ഭാഗ്യത്തിന്. പക്ഷേ ചെടികളുടെയൊക്കെ ഇല തിന്നാൻ വന്നിരിക്കുന്ന ആ ബ്ലാക്ക് ഈ തെങ്ങ് വളരുമായിരിക്കും. അവിടെ ഉണ്ടായിരുന്ന 2 തെങ്ങും പോയി. വലിയ തെങ്ങിനൊരു ആർച്ചായിരുന്നു അവിടെ. ഇങ്ങനൊരു ആർച്ച് പോലെ ഉണ്ടായിരുന്നു. അതൊക്കെ പോയി. ട്രീ ഹട്ട് മാറ്റിയല്ലോ ഇവിടുന്ന്. ട്രീ ഹട്ട് മാറ്റിയിട്ട് ഇപ്പോൾ അവിടെയാക്കി. പടരുന്നുണ്ട്. ഓക്കെ, ഇതാണ് അങ്ങോട്ടുള്ള വഴി. ഇതാണ് എൻട്രി വഴി. അപ്പോൾ ഇതില്ല. രാമദാസേട്ടൻ്റെ വീടൊക്കെ വിറ്റ് കഴിഞ്ഞല്ലോ. ഇതായിരുന്നു രാമദാസേട്ടൻ്റെ വീട്. ഇതാണ് കയറി വരാനുള്ള വഴി. സോ മാറി. കുറേ മാറ്റങ്ങളുണ്ട് വീട്ടിന്. താമസിക്കണം എന്ന് ആഗ്രഹമുള്ള സ്ഥലമാണ്. പക്ഷെ അറിയില്ല എന്താവും. ഹോപ്പ്ഫുള്ളി യെസ്. ഓക്കെ, ചെമ്പരത്തിയൊക്കെ ചുറ്റും നട്ടിരുന്ന ചെമ്പരത്തിയല്ലേ, ഒക്കെ വളർന്നു. കുറേ ഉണ്ട് ചെമ്പരത്തികൾ. ഒരു 10-26 വെറൈറ്റി ചെമ്പരത്തികളാണ് ചുറ്റും. ഇവിടെയൊക്കെ വലിയൊരു സ്പൈഡർ. അതാ വലിയ സ്പൈഡർ കാണുന്നുണ്ടോന്ന് അറിയില്ല. എന്താ സ്പൈഡർ അപ്പോൾ അങ്ങോട്ട് കിടക്കണില്ല. ഓക്കെ, അപ്പോൾ എല്ലായിടത്തും ഉണ്ടാവും ഇങ്ങനെ സ്പൈഡർ ഉണ്ടാവും. തുളസിത്തറയൊക്കെ സ്മാർട്ടായിട്ടിരിക്കുന്നുണ്ട്. ബെഞ്ചുകളും കുഴപ്പമൊന്നുമില്ല. സ്റ്റേജ് കുഴപ്പമില്ല. കൃഷ്ണൻ ഇപ്പോഴും എത്രയോ 6 വർഷം പഴക്കം. റൈറ്റ്. പിന്നെ ദാറ്റ്സ് ഇറ്റ്. കിണറ്റിൽ കുഴപ്പമൊന്നുമില്ല. വെള്ളമുണ്ട്. കുറേ വെള്ളമുണ്ടെന്നൊന്നും പറയാൻ വയ്യ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. So what do I do is ഓപ്പൺ. ഇതും തുറന്നു വെക്കാം. അതാണ് നല്ലത്. കാരണം ബൈ ചാൻസ് ഒരു മോട്ടർ അടിക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ മോട്ടർ മേ ഗെറ്റ് ബേൺഡ്. ഫൈൻ. അപ്പോൾ ഇപ്പോൾ ഇന്ന് പോവാണ് ഹൈദരാബാദൻ. ടാറ്റ ബൈ ബൈ. നാനം ടാറ്റ ബൈ ബൈ.